തരണമെന്ന് പറഞ്ഞു. ഓഹോ, അങ്ങനെയാ വേണ്ടത്? ആ, എത്ര വേണം ചോദിച്ചു. അത് നിങ്ങൾ തരുന്ന അത്ര പറഞ്ഞു. ചേരമാ പെരുമാളുടെ പിൻഗാമിയായ രാജാവ് പറഞ്ഞു, 6 ഏക്കർ 56 സെന്റ് സ്ഥലം മുസ്ലിങ്ങൾക്ക് പള്ളി ഉണ്ടാക്കാൻ കൊടുക്കാൻ പറഞ്ഞു. ആദ്യമായി മുസ്ലിങ്ങൾക്ക് കിട്ടി കൊടുങ്ങല്ലൂര് 6 ഏക്കർ 56 സെന്റ് സ്ഥലം മുസ്ലിങ്ങൾക്ക് പള്ളി വെക്കാൻ. പള്ളി ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഈ 14 ആളുടെ കയ്യിൽ വല്ല തുട്ടുണ്ടോ? 1956 ഗൾഫിൽ പെട്രോൾ വന്നത്. അതിന്റെ മുമ്പ് ഗൾഫൊന്നുമില്ല, ഒക്കെ തെണ്ടി നടക്കുന്ന അറബികളായിരുന്നു, പാവങ്ങളായിരുന്നു. ഈ ഈത്തപ്പഴും ഉണക്കമീനുമായിട്ട് ജീവിക്കുന്ന അറബികളായിരുന്നു പാവങ്ങള്. 56 പെട്രോൾ വന്നതിന്റെ ശേഷം ഗൾഫായി മാറിയത്. ഗൾഫ് ഉണ്ടാകുന്നത് 56 ശേഷം. ഈ അറബികളുടെ കയ്യിൽ കുറച്ച് കാരക്കയും വെള്ളവും അല്ലാതെ വേറൊന്നുമില്ല. അറബികൾ പറഞ്ഞു, രാജാവേ, പള്ളി ഉണ്ടാക്കാൻ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, നിങ്ങൾ തന്നെ അതിനൊരു പരിഹാരം ചെയ്തു തരണം. ഹിന്ദു രാജാവ് പറഞ്ഞു, ഹിന്ദുക്കളെ വിളിച്ചിട്ട് പറഞ്ഞു. നേരം വിളിക്കുമ്പോ കൊട്ടാരത്തിൽ ഹിന്ദുക്കളുടെ ഒരു സമ്മേളനം വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നമ്മുടെ സഹോദരന്മാര്, എന്താ പറഞ്ഞത്? നമ്മുടെ സഹോദരന്മാര് മക്കത്തുനിന്ന് വന്ന അറബികള്, മുസ്ലിങ്ങള്, അവർക്ക് പള്ളി ഉണ്ടാക്കണം, നമ്മളെല്ലാവരും ഒന്ന് സഹായിക്കണം പറഞ്ഞു. അപ്പൊ അതിലൊരു ഹിന്ദു നീച്ചെന്നിട്ട് പറഞ്ഞു, രാജാവേ, നമ്മൾ കയ്യിന്നെടുക്കൊന്നും വേണ്ട, കൊടുങ്ങല്ലൂര് ക്ഷേത്ര നഗരി എന്നാണ് പറയാ. ക്ഷേത്ര നഗരിയാ, എന്റെ നാടാ കൊടുങ്ങല്ലൂര്, ക്ഷേത്ര നഗരിയാ. ആ കൊടുങ്ങല്ലൂര് ഒരു കാളി ക്ഷേത്രം ഉണ്ടാക്കാൻ ഞങ്ങൾ വാതിലും കട്ടലും ഇഷ്ടികൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കല്ലും വെട്ടി വെച്ചിട്ടുണ്ട് അമ്പലത്തിന്. രാജാവ് പറയാണെങ്കിൽ ആ അമ്പലത്തിന്റെ കല്ലു ഇഷ്ടിക എടുത്തിട്ട് മുസ്ലിങ്ങൾക്ക് കൊടുക്കാം, മുസ്ലിങ്ങൾക്ക് സ്വീകരിക്കാൻ തയ്യാറുണ്ടോ വെച്ചു. മാലിക് ദിനാർ പറഞ്ഞു, ഞങ്ങൾക്ക് ഏത് പള്ളി അമ്പലത്തിന്റെ ആയാലും വേണ്ടില്ല, ഞങ്ങൾക്ക് പള്ളി ഉണ്ടായാൽ മതി പറഞ്ഞു. ഇന്ത്യയിലെ ആദ്യത്തെ പള്ളിയായ കൊടുങ്ങല്ലൂര് പള്ളിയുടെ കട്ടല അമ്പലത്തിന്റെ കട്ടലയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പള്ളിയായ കൊടുങ്ങല്ലൂരിന്റെ വെട്ടുകല്ല് അമ്പലത്തിന്റെ കാളിക്ഷേത്രത്തിന്റെ വെട്ടുകല്ലാണ്. അത് മുസ്ലിങ്ങൾക്ക് കൊടുത്തു. അപ്പൊ നമ്മൾ ബാബരി മസ്ജിദിന്റെ വിഷയത്തിലെ ഒരു ചെറിയ വിട്ടുവീഴ്ച ചെയ്തിട്ട് ഹിന്ദു സഹോദരന്മാർക്ക് അത് കോടതി പറഞ്ഞതിൽ വേദനിച്ച് വപ്രാളപ്പെട്ട് ഇനി നെഞ്ഞത്തടിച്ച് അതിനെ പുനഃപരിശോധിച്ച് ഒരു റിവ്യൂ പെറ്റീഷനായി പോകേണ്ട ആവശ്യമൊന്നുമില്ല. അതങ്ങ് വിട്ടുകൊടുത്താളെ. ആദ്യമായിട്ട് അമ്പലത്തിന്റെ കട്ടല തന്നത് ഇവിടുത്തെ ഹിന്ദുക്കളാ. ഇതൊക്കെ ചിലപ്പോ നമ്മളും കൊടുത്തു എന്ന് വരും പറയുമ്പോൾ, ആ ഞങ്ങൾ അമ്പലത്തിന് കൊടുക്കാറുണ്ട്, പൂരണ്ടായ പിരിവ് കൊടുക്കാറുണ്ട്, നേർച്ചുണ്ടായ ഞങ്ങൾ കൊടുക്കാറുണ്ട്, ഞങ്ങൾ ഇവിടെ ഇവിടെ വലിയ അമ്പലത്തിന് പിരിവ് വയ്ക്കുമ്പോൾ ഞങ്ങൾ ആദ്യന്മാരൊക്കെ 1000 10,000 കൊടുക്കാറുണ്ട് എന്നൊക്കെ പറയൊക്കെ കൊടുക്കും. പക്ഷെ ചോദിച്ചാൽ കൊടുക്കാത്തൊരു സാധനമുണ്ട്. അതെന്താണെന്നറിയോ? 14 അറബികൾ ഇവിടെ കേരളത്തിൽ നിന്ന് ഇവിടെ ഇസ്ലാം മത പ്രചരണത്തിന് സൗദി അറേബ്യയിൽ നിന്ന് വന്നപ്പോ നിങ്ങളൊക്കെ മോനെ, അതിൽ 12 പുരുഷന്മാരും 2 സ്ത്രീകളും ഉള്ളൂ. 12 പുരുഷന്മാരും 2 സ്ത്രീകളും. ബാക്കി 10 ആൾക്ക് കല്യാണം കഴിക്കണം. എവിടുന്ന് കിട്ടും പെണ്ണ്? എവിടുന്ന് കിട്ടും പെണ്ണ്? ഇന്ന് ജാതിക്ക് ജാതി തന്നെ പെണ്ണു കൊടുക്കാത്ത കാല. ആ കാലം 1400 കൊല്ലം മുമ്പേ ജാതീയത കൊണ്ട് പൊറുതിമുട്ടിയിരുന്ന കാലം. അതാണ് കുമാരനാശാൻ പറഞ്ഞത്, എത്രയോ ദൂരം വഴി തെറ്റി നിൽക്കണ്ടരേഴച്ചറൂമൻ പോയി തൊപ്പിയിട്ടാൽ ചിത്രാമവേനത്തി ചാരത്തിടുന്നിട ചെറ്റും പഠിക്കണ്ട നമ്പൂരാരെ. തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ കെട്ടില്ലാത്തോർ തമ്മിൽ ഉണ്ണാത്തൊരിങ്ങനെ ഒട്ടല്ലഹോ ജാതി കോമരങ്ങൾ. നായര് നടക്കുന്ന വഴിയിലൂടെ ചർമ്മന നടക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത കാലം, ബ്രാഹ്മണൻ നടക്കുന്ന വഴിയിലൂടെ ഇഴവരെ നടക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത കാലം, മാറുമറക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത കാലം, വലിയ ജാതിക്കാരൻ നടക്കുന്ന വഴിയില് തായ് ജാതിക്കാരന് തുപ്പാൻ പാടില്ല, അവന്റെ കഴുത്തിൽ ചിരട്ട കെട്ടി തൂക്കുന്ന കാലം. അങ്ങനത്തെ ഒരു കാലത്ത് ഇവിടെ കയറി വന്ന മുസ്ലിങ്ങള് പറഞ്ഞു, ഇവിടുത്തെ ഹിന്ദുക്കളോട് പറഞ്ഞു, ഞങ്ങൾക്ക് 10 ആൾക്ക് കല്യാണം കഴിക്കണം, അതിന് പെണ്ണുങ്ങൾ തന്നെ വേണം, ഭാര്യമാരെ തരുമോന്ന് ചോദിച്ചു. രാജാവിനോട് തന്നെ ഇതൊക്കെ ചോദിക്കണേ, ഹിന്ദു രാജാവിനോട്. രാജാവ് പറഞ്ഞു, നാളെ നേരം വെളുക്കുമ്പോ ഞാൻ കൊട്ടാരത്തിൽ ഒരു മീറ്റിംഗ് വിളിക്കട്ടെ, എന്നിട്ട് തീരുമാനം ഉണ്ടാക്കാറുണ്ട്. മീറ്റിംഗ് വിളിച്ചു. ആ മീറ്റിംഗിൽ ഹിന്ദുക്കളെന്നെ പങ്കെടുത്തതൊക്കെ. രാജാവ് ചോദിച്ചു, നമ്മുടെ സഹോദരന്മാര് ആ സൗദി അറേബ്യയിൽ നിന്ന് വന്ന അറബികൾക്ക് 10 ആൾക്ക് പെണ്ണ് കൊടുക്കണം, ആരാണ് അവർക്ക് ഭാര്യയായി വാഴാൻ തയ്യാറുള്ളത്? ഭാര്യയായി വാഴാ പോരാ, അവര് മുസ്ലിമാകും വേണം. ഹിന്ദു മുസ്ലിമും തമ്മിൽ കല്യാണം നടക്കൂല്ലല്ലോ കാലത്തൊന്നും. അതുകൊണ്ട് അവര് മുസ്ലിമാവണം. ആര് തയ്യാറുണ്ട്? ഈഴവ സ്ത്രീകള്, ബ്രാഹ്മണ സ്ത്രീകള്, നായർ സ്ത്രീകള്, പുലയ സ്ത്രീകള് ജാതി നോക്കാതെ മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, ഞാൻ തയ്യാറാണ്,
അങ്ങനെ ഇന്ത്യയിലെ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട പെണ്ണുങ്ങള് അംബിക എന്ന പേര് മാറ്റി ആമിന എന്നാക്കി, ശാരദ എന്ന പേര് മാറ്റി നബീസാക്കി, കൺവെർട്ട് ചെയ്തിട്ട് മുസ്ലിമായി. മുസ്ലിങ്ങൾക്ക് പെണ്ണ് കൊടുത്തത് ഹിന്ദുക്കൾ. ഇപ്പൊ എന്റെ പേര് മുഹമ്മദ് അലി, ഫുൾ നെയിം മുള്ളൂർക്കര മുഹമ്മദ് അലി സക്കാഫി. എന്റെ വാപ്പന്റെ പേര് മുഹമ്മദ്, അതിന്റെ വാപ്പന്റെ പേര് ആലിക്കുട്ടി, അതിന്റെയും വാപ്പന്റെ പേര് അബ്ദുൽ ഖാദർ, അതിന്റെയും വാപ്പന്റെ പേര് കോയക്കുട്ടി, അതിന്റെയും വാപ്പന്റെ പേര് ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. ഇത്ര തന്നെ കിട്ടാൻ ഞാൻ പെട്ട പാട് ചില്ലറല്ല. എന്റെ വാപ്പന്റെ 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 വാപ്പ ആരാന്നറിയോ? ഗോപാലകൃഷ്ണൻ. ഇങ്ങടിയാതെ ഈ സദസ്സിലിരിക്കുന്ന എല്ലാ മുസ്ലിമിന്റെയും വാപ്പാടെ 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 വാപ്പ ഗോപാലകൃഷ്ണൻ. മാടും 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 കാളിത്തള്ള. നമ്മളൊക്കെ ഗോപാലകൃഷ്ണന്റെ കാളിത്തള്ളടി മക്കളാണോ? പറയാൻ ബേജാറുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടോ? ഒരു പൊലേശ്രീയുടെ മകനാന്ന് പറയാൻ വിഷമം തോന്നുന്നുണ്ടോ? ഒരു താഴ്ന്നവർഗക്കാരിയുടെ മകനാന്ന് പറയാൻ വിഷമം തോന്നുന്നുണ്ടോ? ഇത്ര വലിയ സൗഹാർദ്ദം ഈ രാജ്യത്ത് ഹിന്ദുക്കളല്ലാതെ വേറെ ഏത് മതമാണ് ഇസ്ലാമിനോട് കാണിച്ചത്? അതിനെത്ര വിട്ടുവീഴ്ചയുടെ ഏത് അതിരി വരെ നമുക്ക് പോകുന്നതിന് എന്താണ് തെറ്റുള്ളതെന്ന് ഈ നബിദിനത്തിൽ നിന്നുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതുകൊണ്ട് ചരിത്രത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് നമ്മൾ വായിക്കണം. ഇവിടുത്തെ മുസ്ലിമീങ്ങൾക്ക് പെണ്ണ് കൊടുത്ത ഹിന്ദുക്കൾ, അമ്പലത്തിന്റെ കട്ടള കൊടുത്ത ഹിന്ദുക്കൾ, ഇവിടുത്തെ മുസ്ലിമീങ്ങൾക്ക് ഇസ്ലാമിക പ്രബോധനത്തിന് വന്നവർക്ക് ഒരു പള്ളിക്കല്ല സ്ഥലം കൊടുത്തത്, 58 പള്ളി പണിതിട്ടേ മാലിക്കുദ്ദീനാർ കേരളത്തിൽ നിന്ന് പോയതായി ചരിത്രം പറയുന്നത്. ഏത്? ഈ വിഴിഞ്ഞത്തെ പള്ളി, തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്തെ പള്ളി ഉണ്ടല്ലോ, അത് മാലിക്കുദ്ദീനാർ പണിത പള്ളിയാ, അറബി പണിത പള്ളിയാ, സ്ഥലം കൊടുത്തത് ഹിന്ദുക്കളാ. തലശ്ശേരിക്കടുത്ത ധർമ്മടത്തെ പള്ളി മാലിക്കുദ്ദീനാർ പണിത പള്ളിയാ, സ്ഥലം കൊടുത്തതാരാ? ഹിന്ദുക്കളാ. പള്ളിക്ക് മെറ്റീരിയൽസ് കൊടുത്തതാരാ? ഹിന്ദുക്കളാ. കാസർഗോഡ് മാലിക്കുദ്ദീനാർ പള്ളി, ആ പള്ളി പണിതതാരാ? മാലിക്കുദ്ദീനാറാ. സ്ഥലം കൊടുത്തതാരാ? ഹിന്ദുക്കളാ.